എനിവേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG എൻട്രൻസിന്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതില് ബേസിക് ആയിട്ട് പറയാനുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പേപ്പർ പറഞ്ഞാൽ CUT-യുടെ ഒരു പാറ്റേണിലുള്ള പേപ്പർ അല്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകൂടി കൂടുതൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സ്വഭാവമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെത്. അപ്പം അത് മറ്റ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള, ഇപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റി, ജാമിയ പോലെയുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേണിലാണ് ഉണ്ടാവാറുള്ളത്. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രൂപത്തിൽ. ഇത് 24-ൽ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൽ മേജർ ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ എനിവേ, ഇതിൽ സാമു മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. റോങ് ആയാൽ അത് പ്രശ്നമില്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പാർലമെന്ററി form of government is characterized by separation of judiciary and executive, political heterogeneity, separation of legislature and executive, political homogeneity. ഇതിൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ 1 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെത് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ആൻസർക്ക് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഓൾമോസ്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് ആൻസർ പറയുന്നത്. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതായത് ബിറ്റ്വീൻ 3 ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, അതേപോലെ ലെജിസ്ലേച്ചർ. ഈ 3 ഓർഗൻസിന്റെ ഇടയിലുള്ള പവർ ഡിവിഷൻ എന്ന് പറയുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടല്ല വരുന്നത്. അത് പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് ഉള്ള US പോലെയുള്ള രാഷ്ട്രത്തിലാണ് അത് ഏറ്റവും പ്രകടമായിട്ട് വരുന്നത്, ആ ഒരു ക്ലിയർ കട്ട് സെപ്പറേഷൻ വരുന്നത്. നേരെ മറിച്ച് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിലുള്ള ഒരു പൊളിറ്റിക്കൽ ഹോമോജിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ വ്യത്യസ്ത ഓർഗൻസിന് അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ പ്രവർത്തിക്കാനുള്ള പവർ ഉണ്ടായിരിക്കെ തന്നെ അതിനെയൊക്കെ ഏകോപിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഓവറോൾ ഒരു സ്റ്റേറ്റിനെ, ഒരു റിപ്പബ്ലിക്കിനെ ചേർത്തി നിർത്താനുള്ള ഒരു അധികാരം ഈ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ പ്രധാനമായിട്ട് പ്രകടമായിട്ട് വരാറുണ്ട്. അപ്പൊ ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിന്റെ മുകളിലുള്ള കൺട്രോൾ ഉണ്ടാവും, എക്സിക്യൂട്ടീവിന് ലെജിസ്ലേച്ചറിന്റെ മുകളിലുള്ള കൺട്രോൾ ഉണ്ടാവും, ജുഡീഷ്യറിക്ക് മറ്റു 2 ഓർഗൻസിന്റെ മുകളിലുള്ള കൺട്രോൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ഹൊമോജിനസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളത് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നോക്കിയപ്പം ഓപ്ഷൻ D ആണ് മനസ്സിലാവുന്നത്. എനിവേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ടു കമ്പാരേറ്റീവ് പൊളിറ്റിക്സ് വാസ് ഡെവലപ്ഡ് ബൈ ഗബ്രിയൽ ആൽമണ്ട്, ഡേവിഡ് ഈസ്റ്റൺ, ഹറോൾഡ് ലാസ്വെൽ, ചാൾസ് മെറിയം. ഇതിൽ കമ്പാരേറ്റീവ് പൊളിറ്റിക്സിൽ സ്ട്രക്ചറൽ ഫങ്ഷനാലിസം എന്നുള്ളതിനെ ആരാണ് പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്? ഏതാണ് വരിക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ് വരിക. ഗബ്രിയൽ ആൽമണ്ട് ആണ്. ഗബ്രിയൽ ആൽമണ്ട് ആണ് സ്ട്രക്ചറൽ ഫങ്ഷനാലിസം എന്നുള്ള മെത്തേഡ്, ഒരു അപ്രോച്ച് കമ്പാരേറ്റീവ് പൊളിറ്റിക്സിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം 1950s ആ ഒരു സമയത്ത് തന്നെ, 60s ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, ഇൻക്ലൂഡിങ് സിവിക് കൾച്ചർ പോലെയുള്ള വർക്കിലൊക്കെ ആയിട്ട് ഈ ഒരു മെത്തേഡ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രക്ചറൽ ഫങ്ഷനാലിസം. പിന്നീട് മറ്റു പല സ്കോളേഴ്സ് അത് കൊണ്ടുവരുന്നുണ്ട്. ഡേവിഡ് ഈസ്റ്റൺ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ചാണ്.
അദ്ദേഹത്തിന്റെ സിസ്റ്റം അപ്രോച്ച് അല്ലെങ്കിൽ സിസ്റ്റം മെത്തേഡ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് പൊളിറ്റിക്സിൽ ഡാവിഡിസം കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മെത്തേഡാണ്. മാത്തമാറ്റിക്കൽ ഗെയിം തിയറി മെത്തേഡിന് ഇൻസ്പയർഡ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is authorized by the Constitution of India to constitute a finance commission to review financial position of Panchayat? Chief Minister, Prime Minister, Governor, President. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. പ്രസിഡന്റ് ആണെന്ത് ആർട്ടിക്കിൾ 280 പ്രകാരം ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനാണ് ഉള്ളത്. ഓക്കെ, Nehruvian socialism got concrete shape in which session of the Congress? Meerut, Calcutta, അവധി എന്ന് പറയുന്നത് യു പിയിലുള്ള ഒരു റീജൻ ആണ്. ദെൻ ബോംബെ. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ സി ആണ് വരിക. അവധിൽ നടന്നിട്ടുള്ള സെഷൻ 1955 ഓർ സംതിങ് ആണ്. ആ വർഷം നടന്നിട്ടുള്ള സെഷനിലൂടെയാണ് നെഹ്റുവിനെ പോലെയുള്ള തിങ്കേഴ്സ് ഒരു സോഷ്യലിസ്റ്റ് പാരഡൈം ഇന്ത്യ ഫോളോ ചെയ്യണം എന്നുള്ള രൂപത്തിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഹൂ among the following classified bureaucracy as charismatic, traditional and rational? അല്ലെങ്കിൽ rational, legal? ആരാണ് വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ സി തന്നെയാണ്. മാക്സ് വെബർ ആണ്. മാക്സ് വെബറിന്റെ ഫേമസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതോറിറ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഈ 3 രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The idea which Karl Marx owes to Feuerbach, religion makes man, man makes religion, religion doesn't make man, man and religion are independent, none of the above. ഇതില് കാൾ മാർക്സ് ഫിയർബക്ക് എന്നുള്ള പ്രധാനപ്പെട്ട ജർമ്മൻ തിയറിസ്റ്റ് ഫിലോസഫറിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ആശയത. യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. മാൻ മേക്സ് റിലീജിയൻ, റിലീജിയൻ ഡസൻ മേക്ക് മാൻ. അതായത് ഒരു അബ്സല്യൂട്ട് ലെവലിലുള്ള മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവന്നുകൊണ്ട് റിലീജിയൻ പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഫ്യൂർബക്ക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആശയം കാൾ മാർക്സ് ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടൊക്കെ നമുക്കറിയാം, റിലീജിയൻ ഈസ് ദി ഓപ്പിയം ഓഫ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാൾ മാർക്സ് റെഫർ ചെയ്യുന്നുണ്ട്. റൈറ്റ്, നെക്സ്റ്റ്. ബൈ election is the election which is held directly, indirectly, when a legislature is dissolved before the expiry of its normal term to fill up a vacancy in the legislature due to resignation or death of sitting member. Yes, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഒരു സിറ്റിംഗ് മെമ്പർ അദ്ദേഹത്തിന്റെ ഡെത്ത് കൊണ്ടോ റിസിഗ്നേഷൻ കൊണ്ടോ അവിടെ ഒരു വാക്കൻസി വരുമ്പോഴാണ് ലെജിസ്ലേച്ചറിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ബൈ ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്ലൈഡ് റിസർച്ച് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ്. റിസർച്ച് മെത്തഡോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്ലൈഡ് റിസർച്ച് ഏതിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവിങ്, സോഷ്യൽ സിറ്റുവേഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റി. യെസ്, റൈറ്റ് ആൻസർ ഈസ് പ്രോബ്ലം സോൾവിങ്. അതായത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു എന്താ പറയുക റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ചിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പൊ പോളിസി ഓറിയന്റഡ് ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ COVID-19 വന്നു. COVID-19 വന്നപ്പം പ്രധാനമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള റിസർച്ച്, ഒരു അപ്ലൈഡ് റിസർച്ചിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, വാക്സിൻ എങ്ങനെ വികസിപ്പിക്കുക എന്നുള്ളത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഒരു റിസർച്ച് കൊണ്ടുവരുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ,
റിയലിസം ഈസ് ബേസ്ഡ് അപ്പോൺ ഹിസ്റ്ററി, ഹ്യൂമൻ റീസൺ, സോഷ്യൽ സിറ്റുവേഷൻ, വേൾഡ് സ്ട്രക്ചർ. ഏതാ വരിക? IR റിയലിസം എന്ന് പറയുന്നതിന് അവര് പ്രധാനമായിട്ട് എന്തിനെ ആശ്രയിച്ചാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്തിൽ ഞാൻ ഇൻസ്പയർഡ് ആവുന്നത്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിസ്റ്ററി ആണ് വരിക. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇപ്പൊ റിയലിസം, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. കാരണം വേൾഡ് സ്ട്രക്ചർ എന്ന് പറയുന്നതിനെ നമ്മൾ റിയലിസത്തിന്റെ ഒരു വേരിയന്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ റിയലിസം അല്ലെങ്കിൽ നിയോ റിയലിസം എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വേൾഡ് സ്ട്രക്ചറിനെ ഒരു അനാർക്കിക്കലായിട്ട് മനസ്സിലാക്കുകയും ആ സ്ട്രക്ചറാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിനെ നയിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദ സ്ട്രക്ചർ ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി പറയാം. പക്ഷെ ഇവിടെ റിയലിസം എന്നുള്ളത് ബ്രോഡ്ലി ആണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം റിയലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിയൽ പൊളിറ്റിക്, അതായത് പ്രീവിയസ് സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാൽക്കുലേഷൻ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് റിയലിസം ഓവറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പൊ ആ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Silent Valley movement in Kerala was for land, environment, safe drinking water, protection of forest land. Yeah, it's a simple question. വനപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ്. ഇതിൽ സൂചിപ്പിക്കാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാടല്ലെങ്കിലും ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് കേരള പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് അതിന്റെ ഇതിപ്പോ ഞാൻ കഴിഞ്ഞ വർഷത്തെ പേപ്പർ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ മുന്നത്തുള്ള വർഷങ്ങളിലുള്ള പേപ്പേഴ്സിലും പ്രോബബ്ലി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവാം. കേരള ഹിസ്റ്ററി, ബ്രോഡ്ലി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ഈസ് നോട്ട് സൈൻഡ് ബൈ ഇന്ത്യ, US, റഷ്യ, ചൈന. ഇന്ത്യ ആണ് ഇതിൽ സൈൻ ചെയ്യാത്തത്. ഓക്കെ, ബാക്കിയുള്ളത് സൈൻ ചെയ്തിട്ടുണ്ട് P5 മെമ്പേഴ്സ്. ഇന്ത്യ അതിനെ ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. NPT എന്ന് പറയുന്ന ട്രീറ്റി ചില രാഷ്ട്രങ്ങൾക്ക് മാത്രം ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതിന്റെ നിർമ്മാണത്തിനും അതിന്റെ ഉപയോഗിക്കാനൊക്കെ ഉള്ള യൂസേജിനൊക്കെ ഉള്ള അധികാരം കൊടുക്കുന്നതുകൊണ്ട്. ഓക്കെ, apartheid is the practice of religious discrimination, linguistic difference, racial segregation, human behavior. Yeah, right answer is option C, racial segregation. apartheid സിസ്റ്റം നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. റൈറ്റ്, നെക്സ്റ്റ്. വെരിഫിക്കേഷൻ ആൻഡ് proof relates to the content analysis, action research, applied research, scientific research. വെരിഫിക്കേഷൻ ആൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് ബ്രോഡ്ലി ഏത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സയന്റിഫിക് റിസർച്ച്. ബ്രോഡ്ലി സയന്റിഫിക് റിസർച്ചിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വാട്ട് മേക്സ് എ റിസർച്ച് സയന്റിഫിക് ഈസ് ബേസിക്കലി ദ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ എവിഡൻസ് എന്നുള്ളതാണ്. ഒരു റിസർച്ച് സയന്റിഫിക് ആണ് എന്ന് നമുക്ക് സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റണം, വെരിഫയബിലിറ്റി ഉണ്ടായിരിക്കണം, അതേപോലെ എവിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് ഈസ് നോട്ട് എ സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് ഗെയിം സിസ്റ്റം, അല്ലെങ്കിൽ ഗെയിം തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട അല്ലാത്തത് ഏതാണ്? റൂൾസ്, സ്ട്രാറ്റജി, ക്യാപ്റ്റിവിറ്റി, പേ ഓഫ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഗെയിം തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് ടേംസ് ആണ്. ബാക്കിയുള്ളതൊക്കെ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു പാർട്ടല്ല. ഓക്കെ, ഷിംല അഗ്രിമെന്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ, ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ. യെസ്, റൈറ്റ് ആൻസർ ഈസ് പാകിസ്ഥാൻ.
മൊത്തം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാം വൺ ലൈനർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റംസ് ഓഫ് ഗവൺമെന്റ് ഈസ് ബൈക്യാമറലിസം ആൻ എസെൻഷ്യൽ ഫീച്ചർ? യൂണിറ്ററി, ഫെഡറൽ, ടോട്ടാലിറ്റേറിയൻ, പ്രസിഡൻഷ്യൽ. ഏത് സിസ്റ്റത്തിലാണ്, സിസ്റ്റം ഓഫ് ഗവൺമെന്റിലാണ് ബൈക്യാമറലിസം ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് വരുന്നത്? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഫെഡറൽ സിസ്റ്റം. ഓക്കെ, ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ബൈക്യാമറലിസം. ബൈക്യാമറലിസം എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറിന് 2 ഹൗസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ എന്തുണ്ട്, അപ്പർ ഹൗസ് ഉണ്ട്, രാജ്യസഭയുണ്ട്, ലോവർ ഹൗസ് ഉണ്ട്, ലോക്സഭയുണ്ട്. അതേപോലെ വ്യത്യസ്ത 6 സംസ്ഥാനങ്ങൾക്കും ഇതേപോലെ ക്യാമറൽ ആയിട്ടുള്ള ലെജിസ്ലേച്ചർ ഉണ്ട്. അതൊരു ഫെഡറൽ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടംപററി പൊളിറ്റിക്കൽ സയൻസ് ഗിവ്സ് പ്രോമിനൻസ് ടു എംപിരിക്കൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, ക്ലാസിക്കൽ അപ്രോച്ച്, ഫിലോസഫിക്കൽ അപ്രോച്ച്. ഇതിൽ നിലവിലുള്ള കണ്ടംപററി പൊളിറ്റിക്കൽ സയൻസിന്റെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏരിയ ഏതിനാണ്? ഏത് തരത്തിലുള്ള അപ്രോച്ചിനാണ്? യെസ്, റൈറ്റ് ആൻസർ ഈസ് എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിസർച്ചിനെ ബ്രോഡ്ലി 2 ആയിട്ട് തരംതിരിക്കാറുണ്ട്. നോർമാറ്റീവ് അപ്രോച്ചും എംപിരിക്കൽ അപ്രോച്ചും, അല്ലെങ്കിൽ ട്രഡീഷണൽ, മോഡേൺ അപ്രോച്ചുകളായിട്ട് തരംതിരിക്കാറുണ്ട്. എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് മോഡേൺ അപ്രോച്ച് ആണ്. അപ്പൊ അതിൽ കൂടുതൽ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എംപിരിക്കൽ റിസർച്ചിന്റെ പ്രത്യേകത. അപ്പൊ നിലവില് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ഉള്ള റിസർച്ചിന്റെ കൂടുതലും വശങ്ങളും എംപിരിക്കൽ ആസ്പെക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. എന്നാൽ പോലും നേരത്തെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ, ക്ലാസിക്കൽ, ഫിലോസഫിക്കൽ, നോർമാറ്റീവ് തുടങ്ങിയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും ഇതിന്റെ ഭാഗമാണ്. പ്രോമിനൻസ് എംപിരിക്കൽ മെത്തേഡിനാണ് എന്നുള്ളതാണ് ഇതിന്റെ ഫാക്ട്. നെക്സ്റ്റ്, ഹൂ among the following advocated the theory of natural rights? തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ, മാക്കിയവെല്ലി. നാച്ചുറൽ റൈറ്റ്സ് തിയറിയുടെ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് ആരാണ്? യെസ്, ജോൺ ലോക്ക് ആണ് ഇതിന്റെ അഡ്വക്കേറ്റ്. ജോൺ ലോക്കിനെ കൂടാതെ തോമസ് ജെഫേഴ്സൺ ആണ് പ്രധാനമായിട്ടും നാച്ചുറൽ റൈറ്റ്സ് തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള വേറൊരു തിങ്കർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ no party or coalition commands a majority in the parliament after fresh election, it is called hung parliament, national government, coalition parliament, totalitarian government. അതായത് ഒരു പാർലമെന്റ് ഇലക്ഷന് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു കോലീഷനും വ്യക്തമായിട്ടുള്ള ഒരു മെജോറിറ്റി കിട്ടാത്ത സാഹചര്യം വരുമ്പം അതിനെന്താണ് വിളിക്കുക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഹങ് പാർലമെന്റ് എന്നാണ് പറയട്ടോ. അതായത് കൃത്യമായിട്ടുള്ള മെജോറിറ്റി ഇല്ലാത്ത ഒരു മെജോറിറ്റി എന്ന് പറയുമ്പോൾ 50+ ഉണ്ടാവുക പെർസെൻറ്റേജ്, 51% ആ രൂപത്തിൽ ആബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിന് ഒരു പാർട്ടിക്കും ഒരു കോലീഷനും അങ്ങനെയുള്ള ഒരു മെജോറിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിനെയാണ് ഹങ് പാർലമെന്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. റൈറ്റ്. Which one of the following is not related to nuclear proliferation? ന്യൂക്ലിയർ വ്യാപനമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? NWC, നാറ്റോ, NPT, CTBT. യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നാറ്റോ എന്ന് പറയുന്നത് എന്തല്ല, ന്യൂക്ലിയർ പ്രൊലിഫറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നാറ്റോ ഈസ് എ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു നോർത്ത് അറ്റ്ലാന്റിക് റീജിയൻ. ബാക്കിയുള്ളതൊക്കെ ന്യൂക്ലിയർ വെപ്പൺസ് കൺവെൻഷൻ, ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, അതേപോലെ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, ഇതൊക്കെ എന്താണ്, ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോലിഫറേഷനെ തടയുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റീസോ അല്ലെങ്കിൽ കൺവെൻഷൻസോ ആണ്. ഓക്കെ. With the end of Cold War and disintegration of erstwhile Soviet Union, the world has become multipolar world, unipolar world, bipolar world, anarchy. NWC എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് കൺവെൻഷൻ. ഓക്കെ, ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിൽ
പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് അഗെയിൻ എ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ. അതായത് കോൾഡ് വാറിന്റെ എൻഡിന്റെ ശേഷം, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വേൾഡ് ഏത് രൂപത്തിലേക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട്. അതായത് കോൾഡ് വാർ എൻഡ് ചെയ്തതിന്റെ ഉടനെയുള്ള ഇമ്മീഡിയറ്റ് ഇന്റർനാഷണൽ വേൾഡ് ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് യൂണിപോളാർ വേൾഡ് ആണ്. അമേരിക്കൻ ഡോമിനൻസ് ഹെജമണി ഉള്ള ഒരു വേൾഡ് ആണ്. 21st സെഞ്ചുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ കൺട്രിക്ക് ഡോമിനൻസ് ഇല്ലാത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺട്രീസിന് പവർ ഉള്ള, ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US, റഷ്യ, ചൈന, അതുപോലെ ജപ്പാൻ, ഇന്ത്യ, ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ അവരുടെ ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരു പൊളാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പൊളാരിറ്റി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ബ്രോഡർ ലെങ്ത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി എ, മൾട്ടിപോളാർ വേൾഡ് എന്നുള്ളതാണ് ഡയറക്റ്റ്. അതായത് കോൾഡ് വാറിന്റെ എൻഡിന്റെ ശേഷമുള്ള ആ ഒരു പർട്ടിക്കുലർ പീരീഡ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, എനിവേ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, ഇന്ത്യ അക്സെപ്റ്റഡ് ശ്രീലങ്കാസ് ഓണർഷിപ്പ് ഓഫ് കച്ചത്തീവ് ഐലൻഡ് ഇൻ ഏത് വർഷമാണ്? 1975, 74, 73, 77. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 1974 ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ശ്രീലങ്കക്ക് ഈ ഒരു ഐലൻഡിന്റെ മുകളിലുള്ള ഓണർഷിപ്പ് അനുവദിച്ചു കൊടുക്കുന്നത്, അവരുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to 73rd Constitutional Amendment Act, the minimum age for contesting elections to the Panchayati Raj institutions should be 18 years, 23 years, 21, 25. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 21 ഇയേഴ്സ്. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പഞ്ചായത്ത് ഇലക്ഷനിലും മറ്റൊക്കെ മത്സരിക്കുന്നതിനുള്ള മിനിമം ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് 21 ആണ്. ഓക്കെ, ദ ഇന്റലക്ച്വൽ ഗോഡ്ഫാദർ ഓഫ് ദ ബിഹേവിയറൽ മൂവ്മെന്റ് ഇൻ ദിസ് കണ്ടെക്സ്റ്റ് വിത്തിൻ പൊളിറ്റിക്കൽ സയൻസ്: റോബർട്ട് ദാൽ, ചാൾസ് മെറിയം, ഡേവിഡ് ഈസ്റ്റൺ, ഗബ്രിയൽ ആൽബൻ. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ചാൾസ് മേരിയം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇതില് പൊളിറ്റിക്കൽ സയൻസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അദ്ദേഹം ബിഹേവിയറൽ മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആ ഒരു ഇന്റലക്ച്വൽ ഗോഡ്ഫാദർ എന്നുള്ള പേരിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹു അമംഗ് ദ ഫോളോയിങ് റോട്ട് ദ ബുക്ക് ടൈറ്റിൽഡ് പ്രിസൺ ഡയറി എന്നുള്ള പേരിലുള്ള പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത്? ജയപ്രകാശ് നാരായൺ, മഹാത്മാഗാന്ധി, MN റോയ്, ജവഹർലാൽ നെഹ്റു. റൈറ്റ് ആൻസർ ഈസ് JP, ജയപ്രകാശ് നാരായണാണ് പ്രിസൺ ഡയറി എഴുതിയിട്ടുള്ളത്. പ്രിസൺ ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ അല്ലാതെ വേറൊരാൾ എഴുതിയിട്ടുണ്ട്. അതാരാണെന്ന് അറിയോ? ജോൺ റോൾസിന് പ്രിസൺ ഡയറി എന്നുള്ള പുസ്തകം ഉണ്ടോ? ഗ്രാംഷി എഴുതിയിട്ടുണ്ട്. അന്റോണിയോ ഗ്രാംഷി, ഇറ്റാലിയൻ മാർക്സിസ്റ്റ് സ്കോളർ ആയിട്ടുള്ള ഗ്രാംഷിയുടെ പ്രധാനപ്പെട്ട വർക്ക് ഉണ്ട്, പ്രിസൺ നോട്ട് ബുക്സ്. ഓക്കെ, പ്രിസൺ ഡയറി ആ പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് വാസ് ഫസ്റ്റ് പ്രൊപ്പോണ്ടഡ് ബൈ അരിസ്റ്റോട്ടിൽ, ഗോഡ്വിൻ, ജോൺ റോൾസ്, ഹെർബർട്ട് സ്പെൻസർ. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അരിസ്റ്റോട്ടിലാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ കുറിച്ചിട്ട് ആദ്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിലൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് പിന്നീട് 20th സെഞ്ചുറിയിൽ അതിന്റെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ജോൺ റോൾസ് ആണ്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ജസ്റ്റിസിലൂടെ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ പുതിയൊരു രൂപത്തിൽ റോൾസ് അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
Next question. In line of relationship, the authority travels directly from the top to the bottom, operating levels along this chain. This chain is known as functional chain, casual chain, standard chain, scalar chain. അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ അതോറിറ്റി, അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പ് നിന്ന് താഴത്തിലേക്കായിരിക്കും, ടോപ്പ് ടു ബോട്ടം ആയിരിക്കും. അതിന് ഏത് പേരിലാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ സൂചിപ്പിക്കുന്നത്? റൈറ്റ് ആൻസർ യെസ്, ഓപ്ഷൻ ഡി ആണ്, സ്കാലാർ ചെയിൻ എന്നാണ് അതിന് പറയാം. ഓക്കെ. Next question. Which of the following articles of the Constitution of India provided to organize village panchayats to and endowed them with necessary powers and authority to enable them to function as units of self-government? Simply speaking, village panchayatuമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 40 ആണ്, DPSP വരുന്നതാണ് വില്ലേജ് പഞ്ചായത്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്. റൈറ്റ്. ഫ്രം റിസർച്ച് മെത്തഡോളജി, ഹൈപ്പോത്തിസിസ് can't be stated in proclamation, direction, general terms, question forms. ഹൈപ്പോത്തിസിസ് ഏത് രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റൂല, അല്ലെങ്കിൽ അതിന് ഇതിൽ തന്നിരിക്കുന്നതിൽ ഹൈപ്പോത്തിസിന്റെ ഒരു ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ഏതാ വരിക? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രൊക്ലമേഷൻ. അതായത് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു റിസർച്ച് നടത്തുമ്പം നമ്മൾ അതിൻ്റെ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുകയാണ്. ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ആ പഠനം നടത്തുമ്പം ഇന്നിന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ സംഭവിക്കാനുള്ള അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കാം, റീസൺസ് ഇതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഊഹം വെച്ചിട്ടുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടെൻഡേറ്റീവ് ആയിട്ട്, അതായത് ഒരിക്കലും അതെന്തല്ല ഒരു പ്രൊക്ലമേഷൻ ആയിരിക്കില്ല. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ തീർപ്പ് കൽപ്പിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാണ് നമ്മൾ, അതാണ് എന്നുള്ളത് നമ്മളൊരു സ്റ്റാൻഡ് അങ്ങ് നിർണ്ണയിക്കുകയാണ്. അത് ഹൈപ്പോത്തിസിസിൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് റിസർച്ചിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കൺക്ലൂഷനിൽ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷന്റെ ലെവലിലാണ് അത് ഉണ്ടാവുക. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാനുള്ള, അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സെന്റൻസ് ആയിരിക്കും ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ജനറൽ സെന്റൻസ് ആവാം, ക്വസ്റ്റ്യൻ രൂപത്തിലാവാം, ഏത് രൂപത്തിലും അത് ഉണ്ടാവാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An easing of tension between the states can be termed as delegation, detente, declaration, demarque. യെസ്, റൈറ്റ് ആൻസർ ഈസ് ബി, ഡിറ്റൻറ്റ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ ആവണമെന്നില്ല. എനിവേ, IR പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആക്ട് ഈസ്റ്റ് പോളിസി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റേഴ്സ്? മൻമോഹൻ സിംഗ്, നരസിംഹറാവു, നരേന്ദ്രമോദി, AB വാജ്പേയി. യെസ്, റൈറ്റ് ആൻസർ ഈസ് സി, നരേന്ദ്രമോദി. ആക്ട് ഈസ്റ്റ് പോളിസി നരേന്ദ്രമോദിയാണ്. ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് PV നരസിംഹറാവു 1990s, അത് 91 അത് കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ്. Who among the following developed the concept authoritative allocation of values? It's a famous definition of politics given by, yes, ഡേവിഡ് ഈസ്റ്റ്. ഡേവിഡ് ഈസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ആണ്. അത് ഒരുപാട് തവണ പല എക്സാമിലൊക്കെ ആയിട്ട് ചോദിക്കുന്നതുമാണ്. Next question. Which of the following amendments constitutionalized the urban local self-governments in India? 74th, 73rd, 64th, 97th. അർബൻ ഗവേണൻസിനാണ് ചോദിച്ചിട്ടുള്ളത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ രണ്ട് രൂപത്തിലുള്ള ഗവേണൻസ് ഉണ്ട്, റൂറൽ ആൻഡ് അർബൻ. അർബൻ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, യെസ്, റൈറ്റ് ആൻസർ ഈ 74th. അത് കൺഫ്യൂസ്ഡ് ആകാൻ പറ്റില്ല. 73rd അമെൻമെന്റ് ആണ് എന്ത്?
റൂറൽ ഗവേണൻസുമായിട്ട്, റൂറൽ ലോക്കൽ സെൽഫ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 74th അമെൻമെന്റ് എന്ന് പറയുന്നത് അർബൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, രണ്ടും 1992 നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റഫറൻഡം ആൻഡ് ഇനീഷ്യേറ്റീവ് ആർ ദ sword and shield of dictatorship, totalitarianism, democracy, fascism. It's very common sense question. Yes, ഡെമോക്രസി ആണ് കറക്റ്റ് ഉള്ളത്. ഡെമോക്രസിയിൽ എസ്പെഷ്യലി ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഒക്കെ ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, റഫറൻഡം, ഇനീഷ്യേറ്റീവ്, പ്ലെബിസൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത ടൂൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, man is born free but everywhere he is in chains. Who said this? Rousseau, Karl Marx, Mao, John Rawls. Yeah, right answer is Rousseau. Rousseauന്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Which of the following treaties marked the establishment of the European Union? Berlin Treaty, Treaty of London, Maastricht Treaty, Treaty of Lisbon. Yeah, right answer is option C, Maastricht Treaty. Next question, globalization implies the growth of a single unified world market, foreign capitalist transactions, geographical location of a firm is of utmost importance, financial market system is centered in a single state. ഇതിൽ ഏതാണ് ഗ്ലോബലൈസേഷനുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദ ഗ്രോത്ത് ഓഫ് എ സിംഗിൾ യൂണിഫൈഡ് വേൾഡ് മാർക്കറ്റ്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു ആഗോള തലത്തിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ്നെസ്, ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, ഒരേ സമയം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാഷ്ട്രങ്ങളെ ഏകോപിപ്പിക്കുന്ന രൂപത്തിൽ, യൂണിഫൈ ചെയ്യുന്ന രൂപത്തിൽ ഒരു സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം കൊണ്ടുവരാന്നുള്ളതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. റൈറ്റ്. Religious freedom as the freedom of individual conscience is described in which article of Constitution of India? Article 19, 25, 23, 22. Freedom of religion ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക, ആർട്ടിക്കിൾ 25. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണത്, ബൈഹാർട്ട് ചെയ്യണം. Referring to the British Parliament, who coined the phrase the mother of parliaments? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിനെ ദ മദർ ഓഫ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഐവർ ജെന്നിങ്സ്, വാൾട്ടർ ബെഗ്ഹോട്ട്, ജോൺ ബ്രൈറ്റ്, മോറിസ് ജോൺസ്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ജോൺ ബ്രൈറ്റ് ആണ് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, നാച്ചുറൽ റൈറ്റ്, ലീഗൽ റൈറ്റ്, മോറൽ റൈറ്റ്. ഇന്ത്യയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിലവിൽ ഏത് അവകാശങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്? യെസ്, ഓപ്ഷൻ സി, ലീഗൽ റൈറ്റ് ആണ് കറക്റ്റ് വരിക. നേരത്തെ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. 1907 ഏതാണ് ഇയർ വന്നത്? 78-ലല്ലേ? അതിലൂടെ ലീഗൽ റൈറ്റ് ഇതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, ആർട്ടിക്കിൾ 300A. ഓക്കെ, 78-ൽ 44th അമെൻമെന്റ് ആണത്, നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊളിറ്റിക്സ് ലെഡ് മീ ടു എക്കണോമിക്സ് ആൻഡ് ദിസ് ലെഡ് മീ ഇൻഎവിറ്റബിലി ടു സയൻസ് ആൻഡ് ദ സയന്റിഫിക് അപ്രോച്ച് to all our problems and life itself. Who said this? രാഷ്ട്രീയം എന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് നയിച്ചു, അതെന്നെ ഒരു സയൻസിലേക്ക്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്, എല്ലാ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സയന്റിഫിക് ടെമ്പർ ഒക്കെ നമുക്ക് അറിയാം. നെക്സ്റ്റ്, അഗെയിൻ റിലേറ്റഡ് ടു കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. മിശ്ര ഭോജനം ഈസ് അസോസിയേറ്റഡ് വിത്ത് സഹോദരൻ അയ്യപ്പൻ,
പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി, ചാത്തൻ മാസ്റ്റർ. ഏതാ വരാം? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സഹോദരൻ അയ്യപ്പൻ 1917 സംതിങ്ങിലാണ് മിശ്രഭോജനം എന്നുള്ള, പന്തിഭോജനം എന്നുള്ള ആ ഒരു പ്രാക്ടീസ്, വ്യത്യസ്ത കാസ്റ്റിലുള്ള ജാതിയിലുള്ളവര് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാം, ഹ്യൂമൻ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഒരു ആന്റി കാസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെജോറിറ്റി റിക്വയർഡ് ഫോർ ദ സസ്പെൻഷൻ ഓഫ് എ മെമ്പർ ഫ്രം യുണൈറ്റഡ് നേഷൻസ് ഈസ് 2/3 മെജോറിറ്റി, 3/4 മെജോറിറ്റി, ആബ്സല്യൂട്ട് മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി. ഒരു UN മെമ്പർ കൺട്രിയെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെജോറിറ്റി എത്രയാണ്? Yeah, right answer is A, 2/3. Okay. Who authored the book entitled A System Analysis of Political Life? David Easton, Lucian Pye, Gabriel Almond, Sidney Verba. സിസ്റ്റം അനാലിസിസ് ഓഫ് പൊളിറ്റിക്കൽ ലൈഫ് എന്നുള്ളത് ആരുടെ വർക്കാണ്? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഡേവിഡ് ഈസ്റ്റന്റെ വർക്കാണ്. അപ്പൊ അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിസ്റ്റം തിയറിയൊക്കെ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ് അമേരിക്കൻ ഫെഡറലിസം, ഓസ്ട്രേലിയൻ ഫെഡറലിസം, സ്വിസ് ഫെഡറലിസം, കനാഡിയൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഏത് ഫെഡറലിസമായിട്ടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്? യാ, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കനാഡിയൻ ഫെഡറലിസമായിട്ടാണ് കൂടുതൽ ഇന്ത്യൻ ഫെഡറലിസത്തിന് സാമ്യത ഉള്ളത്. ഓക്കെ. The type of bureaucracy which acts in tune with the interest of the political party in power. അതായത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ബ്യൂറോക്രസി എന്താണ് പറയാ? ന്യൂട്രൽ ബ്യൂറോക്രസി, പൊളിറ്റിസൈസ്ഡ് ബ്യൂറോക്രസി, കമ്മിറ്റഡ് ബ്യൂറോക്രസി, നോൺ പൊളിറ്റിക്കൽ ബ്യൂറോക്രസി. ഏതാ വരിക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. കമ്മിറ്റഡ് ബ്യൂറോക്രസി എന്നാണ് ഇതിനെ സൂചിപ്പിക്കുക. ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ എമർജൻസിന്റെ പീരീഡിലൊക്കെ ഇത്തരത്തിലുള്ള ബ്യൂറോക്രസി മാത്രമല്ല, ഈവൻ ജുഡീഷ്യറിയെ പോലും ഈ രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ടൈമിൽ കമ്മിറ്റഡ് ബ്യൂറോക്രസി അല്ലെങ്കിൽ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ട് ടേം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ടേമിനെ കമ്മിറ്റഡ് എന്നുള്ള രൂപത്തിലാണ് പ്രയോഗിക്കുക. ഓക്കെ. A country that has no monarch but is headed by an elected president or official is called monarchy, democracy, autocracy, republic. Yeah, correct answer option D ആണ്, റിപ്പബ്ലിക് ആണ് വരിക അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mahakali water treaty is between India and Nepal, Bhutan, Pakistan, Bangladesh. Yes, right answer is Nepal. Next question. The first coalition ministry in Kerala was headed by MS Namboodiripad, Pattam Thanupilla, K. Karunakaran, C. Achyuthamenon. First coalition ministry എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതാ വരിക? കരുണാകരനാണോ? EMS ആണോ? നോ. കറക്റ്റ് ആൻസർ ഈസ് ബി, പട്ടം താനുപിള്ള. അപ്പം 1957 EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 1959 ആയപ്പം വിമോചന സമരം, ലിബറേഷൻ സ്ട്രഗിൾ സംഭവിച്ചു. പിന്നീട് നമുക്കറിയാം പ്രസിഡൻഷ്യൽ റൂള് നടപ്പിലാക്കപ്പെട്ടു. അതിന്റെ ശേഷം 1961 62 ആണ് പിന്നീട് ഒരു കോലീഷൻ ഗവൺമെന്റ്, INC അതേപോലെ PSP, മുസ്ലിം ലീഗ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോലീഷൻ ഗവൺമെന്റ്. അതിന്റെ
ഹെഡായിട്ട് ചീഫ് മിനിസ്റ്ററായിട്ട് രണ്ടാമത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത് പട്ടം താനുപിള്ളയാണ്. പിന്നീട് ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന UDF LDF പൊളിറ്റിക്കൽ ബൈപ്പോളാരിറ്റിയിലേക്ക് വന്നിട്ടുള്ളത് 1980s മുതലാണ്. ഓക്കെ, കോalition ഒരു സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കണോമിക് ഇനീക്വാലിറ്റി ഈസ് എ ഫീച്ചർ ഓഫ് സോഷ്യലിസം, മാൻഡേറ്റ് സിസ്റ്റം, ഗ്ലോബലൈസേഷൻ, ഗാന്ധിസം. ഇതിൽ ഏതിന്റെ ഫീച്ചറാണ് എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. നമുക്കറിയാം എക്കണോമിക് ഇനീക്വാലിറ്റി വർദ്ധിക്കാനാണ് ഗ്ലോബലൈസേഷൻ കാരണമായിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ഒരു വിഭാഗത്തിനെ, അതായത് കോർപ്പറേറ്റ് വിഭാഗത്തിനെ കൂടുതൽ റിച്ച് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ. അതായത് പ്രൈവറ്റ് ഓൺട്രപ്രണർഷിപ്പ്, കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫേംസ്, മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ എമർജൻസ് ഓഫ് മോണിറ്ററി ഡെമോക്രസി, ഡയറക്റ്റ് ഡെമോക്രസി, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ വളർച്ച അത് ഏത് തരം ഡെമോക്രസിയിലാണ് പൊതുവെ കാണുക എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. അതായത് നമുക്കറിയാം ഡെമോക്രസി എന്ന് പറയുമ്പം അതില് എല്ലാ തരത്തിലുള്ള ഡെമോക്രസിയിലും ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. റൈറ്റ്, ഡയറക്റ്റ് ഡെമോക്രസി ഉള്ളിടത്ത് നിലവിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് ഡെമോക്രസി ലോകത്ത് രാഷ്ട്രത്തിൽ എവിടെ നിലനിൽക്കുന്നില്ല. ലൈക്ക് ഫ്യൂ എക്സെപ്ഷൻസ് ലൈക്ക് സ്വിറ്റ്സർലാൻഡ്. എന്നാൽ പോലും റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ലിബറൽ ഡെമോക്രസിയും ഫോളോ ചെയ്യുന്ന ഒരു ഫോം ഓഫ് ഗവൺമെന്റ് എന്നുള്ള അർത്ഥത്തിൽ കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വളരുന്നതിലേക്ക് അല്ലെങ്കിൽ അതിന്റെ എമർജൻസിയിലേക്ക് അതൊരു കാരണമായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണ്? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എലക്ഷനാണ്. എലക്ഷനിലൂടെയാണല്ലോ റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുക. എലക്ഷനിൽ മത്സരിക്കുക, എലക്ഷൻ ആസ് എ കാർണിവൽ ഓഫ് ഡെമോക്രസി ആയിട്ട് അതിൽ കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നതിൽ, കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നതിലേക്ക് ഈ ഒരു ഫോം ഓഫ് ഡെമോക്രസി കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റിസ് ഇൻ ദ റിപ്പബ്ലിക് ഓഫ് പ്ലാറ്റോ കൺസിസ്റ്റ് ഓഫ് ഒബീഡിയൻസ് ടു ദ ഫിലോസഫർ കിങ്, ലിവിംഗ് അണ്ടർ ദ സിസ്റ്റം ഓഫ് കമ്മ്യൂണിസം, ഡൂയിങ് വൺസ് ഓൺ ഡ്യൂട്ടീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലൈഫ് ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്. പ്ലാറ്റോനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കിൽ ജസ്റ്റിസ് എന്നുള്ളതിനെ അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അതായത് ഒരാളെ നാച്ചർ എവിടെയാണോ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്ലേസ് ചെയ്തതിൽ അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് അവർ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, വിസ്റ്റം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഫിലോസഫർ കിങ് ആവണം. ഇനി കാപ്പബിലിറ്റി, അത് ഒരു ബോഡിലി പവർ കൊണ്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർ ആർമിയിലേക്ക് പോകണം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത 3 ടയർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ പ്ലാറ്റോ മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ലാൻഡ് റിഫോം ബിൽ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ EMS, TV തോമസ്, KR ഗൗരി, AK ഗോപാലൻ. ഭൂപരിഷ്കരണ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം EMS ഗവൺമെന്റ് ആണ്, EMS മിനിസ്ട്രി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്പെസിഫിക്കലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആസ് ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് KR ഗൗരിയാണ്. KR ഗൗരിയമ്മ ആ ഒരു സമയത്ത് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹമാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക.
Next question. The twin slogans of relevance and action were followed by traditional approach to political theory, behavioral approach to political theory, post-behavioral approach to political theory, none of the above. Relevance and action എന്ന് പറയുന്നത് ഏത് അപ്രോച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലോഗനാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. പൊളിറ്റിക്കൽ തിയറിയുടെ പോസ്റ്റ് ബിഹേവിയറൽ ആയിട്ടുള്ള അപ്രോച്ച്, അതായത് പൊളിറ്റിക്കൽ തിയറി നോർമാറ്റീവ് അപ്രോച്ചിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ട് ഒരു എംപിരിക്കൽ റിസർച്ചിലേക്ക്, മോഡേൺ അപ്രോച്ചിലേക്ക് വന്നു എന്നുള്ള ഒരു ഡിബേറ്റ്, അതിനാണ് ഡിക്ലൈൻ ഓഫ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റ് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ കേസിൽ കാണാൻ വേണ്ടി, തിയറിയുടെ കേസിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഡിക്ലൈൻ അല്ല, മറിച്ച് റിസർജൻസ് ഓഫ് പൊളിറ്റിക്കൽ തിയറി സംഭവിക്കുന്നുണ്ട്. ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച് മാത്രമല്ല, മറിച്ച് റെലവൻസ് ഉള്ള ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ചിന് കൂടി പ്രാധാന്യം ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഇതിനെ ഡേവിഡ് ഈസ്റ്റൺ പോലെയുള്ള സ്കോളേഴ്സ് അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ് എന്ത്? റെലവൻസ് ആൻഡ് ആക്ഷൻ എന്ന് പറയും. റൈറ്റ്. ഹു അഡ്വക്കേറ്റഡ് പാർട്ടിലെസ് ഡെമോക്രസി ഇൻ ഇന്ത്യ? ജയപ്രകാശ് നാരായൺ, എം.എൻ. റോയ്, അംബേദ്കർ, രാജാറാം മോഹൻ റോയ്. പാർട്ടിലെസ് ഡെമോക്രസി എന്നുള്ളത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക, ജയപ്രകാശ് നാരായൺ. ഇപ്പൊ പാർട്ടിലെസ് ഡെമോക്രസി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കാത്ത ഡെമോക്രസി എന്നുള്ളതല്ല, മറിച്ച് ഡെമോക്രസിയിൽ നിലവിൽ നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനാണ് കൂടുതൽ എന്തുള്ളത്? പ്രൈമസി ഉള്ളത്, ഫോക്കസ് പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ഉള്ളത് ജനാധിപത്യ സംവിധാനത്തിന്റെ. നേരെ മറിച്ച് ജനാധിപത്യത്തിൽ അതിന്റെ ഫോക്കസ് എവിടെ പോകണം? ജനങ്ങളിലേക്ക് പോകണം. പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ് വേണ്ടത്, പാർട്ടി ഓറിയന്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അല്ല എന്നുള്ള ഒരു ആശയമാണ് ഇതിലൂടെ JP മുന്നോട്ട് വെക്കുന്നത്. അതല്ലാതെ ടേം ലിറ്ററൽ മീനിങ്ങിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. Next question. Which amendment of the Constitution of India introduced the right to education as a fundamental right? 86th Amendment, 92nd Amendment, 95th Amendment, 104th Amendment. Right answer is option A, 86th Amendment, 2002. Okay. Next question. Who among the following authored the book entitled as Justice as Fairness? Berlin, Ernesto Laclau, John Rawls, Paul Bowman. Right answer is John Rawls. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, വാട്ട് കംസ് അണ്ടർ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ? ടൂൾസ് ആൻഡ് മെഷീനറി, ലീഗൽ കോഡ്, കൾച്ചർ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് എന്നൊക്കെ കാൾ മാർക്സ് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്? ഓക്കെ. റൈറ്റ് ആൻസർ ഈസ് എ, ടൂൾസ് ആൻഡ് മെഷീനറി. ടൂൾസ്, എക്യുപ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഇതിനെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ ഇതിൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസിൽ അറൌണ്ട് 70 സംതിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചിലതൊന്നും അത്ര റെലവെന്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ